the night sky, trying to make me see your stars. But the dark gets so lonely. Now I see violet. Hello everyone, good morning. So guys, today I'm gonna change my language to Malayalam. So this is going to be my first Malayalam vlog. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് വൈസാഖ് കോളനി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഗ്രൂപ്പ് റൈഡ് അല്ല, കാരണം ഇത് കുറച്ച് ഡിസ്റ്റൻസ് ഉള്ള ഒരു 150 കിലോമീറ്റർ ഉണ്ട് വൺ സൈഡ്, അതുകൊണ്ട് അധികം ആൾക്കാർ വന്നില്ല. അത് തന്നെയല്ല, നാളെ ഞങ്ങൾക്ക് വേറൊരു റൈഡുണ്ട് സൺഡേ. അപ്പോൾ ഞങ്ങളിപ്പം എൻ്റെ ബൈക്കുണ്ട്, പിന്നെ ഒരു സെക്കൻഡ് ജനറേഷൻ ഹൈബൂസ, പിന്നെ ഒരു ഡൊമിനാർ, പിന്നെ വേറെ ഏതോ നിഞ്ച 300 ഉണ്ടെന്ന് തോന്നുന്നു, അറിയില്ല, അത് കൺഫേം അല്ല. പക്ഷെ ഞങ്ങൾ ഇത്രയും പേരെ പോകുന്നുള്ളൂ. അപ്പോൾ ഞാനിപ്പം മീറ്റപ്പ് പോയിൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. 5:30 ആണ് മീറ്റപ്പ് പോയിൻറ്റ്. ഇപ്പം സമയം 5:19. സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആകും, ബട്ട് ഞാൻ ഓൾറെഡി സ്റ്റാർട്ടായി. സോ ഞാൻ വ്ളോഗ് തുടങ്ങിയപ്പോൾ ഭയങ്കര കൺഫ്യൂസ് ആയിരുന്നു ഏത് ലാംഗ്വേജ് സ്റ്റാർട്ട് ചെയ്യണം. കാരണം എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഡിഫറെൻറ്റ് ലാംഗ്വേജുള്ള ആൾക്കാരാണ്. ഹിന്ദിക്കാരുണ്ട്, തെലുങ്ക് സംസാരിക്കുന്നവരുണ്ട്, തമിഴുണ്ട്, പിന്നെ മലയാളമുണ്ട്. സോ അവർക്കെല്ലാം മനസ്സിലാക്കാനുള്ള രീതിയിൽ ഞാൻ ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്തതാണ്. സോ ഇന്നലെ എൻ്റെ വേറൊരു ഫ്രണ്ട് പറഞ്ഞു, മലയാളത്തിൽ വ്ളോഗ് ചെയ്യ്, നല്ല റീച്ച് കിട്ടും എന്ന്. സോ ജസ്റ്റ് ഫോർ എക്സ്പെരിമെൻറ്റ് നോക്കാം എവിടെ നിന്നാണ് സപ്പോർട്ട് കിട്ടുന്നതെന്ന്. അതിനനുസരിച്ച് ഞാൻ ലാംഗ്വേജ് സ്വിച്ച് ചെയ്യും. ഈ വണ്ടിയൊക്കെ ആയിട്ടേ ഈ സിഗ്നലിൻ്റെയൊക്കെ ഫസ്റ്റ് ലൈനിൽ വന്ന് നിൽക്കുമ്പോൾ ഗ്രീൻ ആവുന്നുണ്ടേ ഒരു പോക്ക് പോകുമല്ലോ, അതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. പക്ഷേ എപ്പോഴും ഗൈസ് നോക്കി വേണം പോകാൻ. റോഡ് എം ടി ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ അങ്ങനെ പോകാവൂ. നാട്ടിലൊക്കെ പിന്നെയും കുഴപ്പമില്ല, ഇവിടൊക്കെ ആണെങ്കിൽ ആൾക്കാർ തോന്നിയ പോലെ വരും, ഭയങ്കര അപകടമാണ്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച പ്ലാൻ ചെയ്തായിരുന്നു ഇവിടെ പോകാമെന്ന്, പക്ഷെ മഴ ആയതുകൊണ്ട് ഞങ്ങളത് മാറ്റി വെച്ചതാണ്. എന്നിട്ട് ഷോർട്ട് ഡ്രൈവ് പോയി, അപ്പോൾ മഴയില്ലായിരുന്നു, നല്ല വെതറായിരുന്നു. സോ ഇപ്രാവശ്യം പറഞ്ഞു, ഇന്നലെ വൈകിട്ട് ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡിസൈഡ് ചെയ്തു എന്തായാലും ഇന്ന് പോകാം, അതായത് ഇറങ്ങുമ്പോൾ മഴയില്ലെങ്കിൽ പോകാമെന്ന് ഞങ്ങൾ ഡിസൈഡ് ചെയ്തു. വണ്ടിയിൽ ഫ്യൂൽ ഹാഫ് ടാങ്കേ ഉള്ളൂ, ഫ്യൂൽ അടിക്കണം. അപ്പോൾ ഞാൻ യൂഷ്വലി HP ആണ് യൂസ് ചെയ്യാറ്. ഇതിൽ റെക്കമെൻഡഡ് പെട്രോൾ ഇതാണല്ലോ, പവർ പെട്രോൾ ആണല്ലോ. സോ പോകുന്ന വഴിക്ക് നോക്കണം HP. ഇപ്പോൾ വന്ന വഴിക്കൊന്നും HP കണ്ടില്ല, പോകുന്ന വഴിക്ക് HP കണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ ടാങ്ക് ചെയ്യണം. മഴ പെയ്യാതിരുന്നാൽ മതി, മഴ പെയ്താൽ റൈഡ് കുളമാവും. അത് തന്നെയല്ല, ഇപ്പോൾ പോകുന്ന വഴിക്ക് ഒരു പക്ഷേ റോഡ് വെള്ളമാണ്, നല്ല മഴയാണ് എങ്കിൽ ഞങ്ങൾ പ്ലാൻ ഡ്രോപ്പ് ചെയ്യും, തിരിച്ചു പോകും. സോ ഇവിടെ ഗണേശ ചതുർത്ഥി ആയിരുന്നല്ലോ, അപ്പോൾ ഗണേശനെ വിസർജനം ചെയ്യാൻ കൊണ്ടുപോകുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് സാറ്റർഡേയും സൺഡേ ആയിരുന്നു. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. സോ ഇപ്പോഴും ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ്.
നമ്മുടെ നാട്ടിൽ അത്രയും ഇതില്ലല്ലോ. നമ്മുടെ നാട്ടിലില്ല ശരിക്കും പറഞ്ഞാൽ. കാണുമെന്ന് എനിക്കറിയില്ല, എൻ്റെ അറിവിലില്ല. ഇവിടെയൊക്കെ അത് ഭയങ്കര ഫെസ്റ്റിവലാണ്. ഒരു ഗണേശനെ വെച്ചിട്ട് 1 വീക്ക് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ അവർ അതുകൊണ്ട് നിമജ്ജനം ചെയ്യും, വെള്ളത്തിൽ കളയും. ഈ ബോംബെയിലൊക്കെയാണ് ഭയങ്കര ഇതായിട്ടുള്ള ഫെസ്റ്റിവൽ. ഇവിടെ അത്രയും ഇല്ല. കമ്പയർ ടു ബോംബെ ഇവിടെ കുറവാണ്. എനിക്ക് വഴി അത്ര ഐഡിയ ഇല്ല കൈ. സോ ഞാൻ ഇന്നലെ മാപ്പ് നോക്കിയായിരുന്നു. സോ എനിവേ ഞാൻ ഫ്രണ്ടിലോട്ട് പോയി നോക്കാം. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ വിൽ സ്റ്റോപ്പ് ദെയർ. സോ ഗൈസ്, ഞങ്ങളിവിടെ വെള്ളം കുടിക്കാനായിട്ട് നിർത്തിയതാണ്. വേറൊരാൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു, പക്ഷേ ഒത്തിരി ദൂരെയാണ് പുള്ളി. സ്റ്റാർട്ടായതേ ഉള്ളൂ. അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നില്ല എന്തായാലും, കാരണം ഇവിടെ തന്നെ എന്തോ 1 hour കൂടുതലെടുക്കും. അതുകൊണ്ട് ഇപ്പോൾ സ്റ്റാർട്ടാകുമോ ഇവിടുന്ന്. ആപ്പോൾ 3 ബൈക്കേ ഉള്ളൂ ഇപ്പം. ഒരു ജനറേഷൻ 2 ഹൈബൂസ, എൻ്റെ വണ്ടി, പിന്നെ ഒരു ഡൊമിനാർ. ഗൈസ്, ഞങ്ങൾ ഇവിടുന്ന് പിന്നെ സ്റ്റാർട്ടായി. ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ലേറ്റായി ഗൈസ്, കാരണം മഴ പെയ്തു. ഞങ്ങൾ ഈ പ്ലാൻ ഡ്രോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചതാ. പിന്നെ കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ പിന്നെയും ഡ്രൈ റോഡ്. അപ്പോൾ കരുതി എന്നാൽ ശരി, എന്നാൽ പോയിട്ട് വരാമെന്ന് കരുതി ഇറങ്ങിയതാണ്. പിന്നെ നല്ല മഴയായിരുന്നു, അങ്ങനെ കുറേ ടൈം വേസ്റ്റായി. ഇപ്പം സമയം 7:18 ആയിട്ടുണ്ട്. നോക്കട്ടെ, റോഡ് നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റും. ഇത് ഹയബൂസ. പ്രൈസാ 23 lakh. हाँ ओके ब्रो. हाँ ये कुछ भी नहीं है. हाँ नहीं ब्रो, 150 भी नहीं गया. हाँ 150 गया शायद. क्या आएगी. बैठो. ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ലേറ്റ് ആവും. ഇപ്പം ഞാൻ ഇച്ചിരി കംഫർട്ടബിളാണ്. എൻ്റെ ബാഗ് ഊരി ഞാൻ അവന് കൊടുത്തു. ഞാൻ കുറച്ച് കംഫർട്ടബിളാണ്. ഡൊമിനാർ കാണുന്ന പോലും ഇല്ല. ഇതാ പ്രശ്നം. ഈ സൂപ്പർ ബൈക്സിൻ്റെ കൂടെ വേറെ ബൈക്സ് വന്നു കഴിഞ്ഞാൽ ഇതാ പ്രശ്നം. അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. നമ്മൾ ഒത്തിരി കുറച്ച് സ്ലോ പോകേണ്ടി വരും. ഇപ്പോൾ കണ്ടോ, ഞാൻ ഒരു സെക്കൻഡ് ഒരു സ്ലോ ചെയ്തതേ ഉള്ളൂ. പുള്ളിക്കാരൻ അടുത്ത സിറ്റി പിടിച്ചു. ആൾക്കാരെ ഹൈവേയിലോട്ട് പെട്ടെന്ന് കയറി വരും. ബോധമില്ല, ഹൈവേ ആണെന്നുള്ളൊരു ബോധമില്ല. ഇവിടെയും മഴ പെയ്ത് കഴിച്ചു, റോഡെല്ലാം വെറ്റാണ്. കുറച്ച് കെയർഫുള്ളായിട്ട് വേണം ഓടിക്കാൻ. എന്തായാലും മോഡ് ചേഞ്ച് ചെയ്യുന്നില്ല.
ഇതുണ്ട് വൈസർ മൊത്തം ഇല്ലേ മിസ്റ്റ് വന്നിട്ട് അല്ലേ ചെളിയാവും, അത് ഡ്രൈ ആകുമ്പോൾ. അടുത്ത ഡേഞ്ചർ സാധനമാണ് പട്ടി. പട്ടിയെ വിശ്വസിക്കാൻ പറ്റത്തില്ല, എപ്പോൾ എങ്ങോട്ട് ചാടുമെന്ന് അറിയത്തില്ല. ഒന്നാമത് ഈ സൂപ്പർ ബൈക്കിൻ്റെ സൗണ്ട് കൊണ്ട് അതെല്ലാം പാനിക്ഡ് ആയിരിക്കും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടും, ചിലത് പുറകിന് വരും. ഒരെണ്ണം നടുക്കൂടെ പോകുന്നു. സെക്കൻഡ് ഹാൻഡ് പൂസയില്ലേ, അതിൻ്റെ എക്സോസ്റ്റ് ചേഞ്ച് ചെയ്തതാണ്. അത് ഏതാണെന്നറിയില്ല, FC ആണെന്ന് തോന്നുന്നു. പക്ഷേ സൗണ്ട് പൊളിയാണ്, മാരക സൗണ്ടാണ് അതിൻ്റെ. അഗെയിൻ അനഞ്ഞ റോഡ്. ఎక్కడా ఇది ఇక్కడ ओ हाई स्पीड में मूव हो रहा ब्रो वो हाई स्पीड नहीं प्लीज पेट्रोल भी खत्म है इसमें थोड़ा हम लोग थोड़ा छोटा रोड जाता ना वहाँ लगा देंगे चलो फिर ब्रो ऑलमोस्ट फुल टैंक था कितना होगा देखो हाँ फुल टैंक ऑलमोस्ट फुल टैंक था हाँ देखो 23 दिखा रहा ना ब्रो 3 पॉइंट्स पे आ गया मेरा बताता हूँ माइलेज कितना दे रहा अब मेरा 13 दे रहा अब दे रहा ना 30 400 किलोमीटर का माइलेज मिला के దాంట్లో వస్తుంది బ్రో సౌండ్ ఇది స్టాక్ ఎగ్జాస్ట్ కదా దీనిలో ఎక్కువ రాదు చూడు దాంట్లో వస్తుంది బ్రో కూర్చో బ్రో हाँ अच्छा अच्छा चलो आराम से मैं क्रूज़ करता 120 पे ओके चलो बाय बाय लीन करना मुश्किल है ब्रो पिलियन ഉള്ളതുകൊണ്ട് ലീൻ ചെയ്യാൻ ഭയങ്കര പാടാ എപ്പോഴും ഒറ്റയ്ക്ക് ഓടിക്കുന്നതാണ് ഗൈസ് കംഫോർട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും കൺട്രോൾ ചെയ്യാൻ പറ്റും ബൈക്ക് ഇത് പുറകിലൊരാളുള്ളപ്പോൾ ഇപ്പോൾ പുറകിലിരിക്കുന്ന ആൾ പേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ വണ്ടി പോകത്തില്ല കാരണം അവരുടെ ബോഡി വെച്ച് അവർ കൺട്രോൾ ചെയ്യാൻ നോക്കും എത്ര എന്ന് പറഞ്ഞാലും ആ ഒരു സ്പീഡിലൊക്കെ അവർ കൺട്രോൾ ചെയ്യുമ്പോൾ അതിൻ്റെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഇതാണ് ഒരു ബലം പിടുത്തമാണെങ്കിൽ നമുക്കതിൻ്റെ ഇമ്പാക്റ്റ് ഫീൽ ചെയ്യും സോ അതാ ഇപ്പം കഴിഞ്ഞ ഞാൻ അവിടെ ആ ഒരു കോർണർ ചെയ്തപ്പോൾ അതാ ഇപ്പോൾ ഉണ്ടായത്
സോ ഗൈസ്, ഇവിടെ ഞങ്ങൾ ബോട്ടിൽ കയറണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു പോകുമായിരുന്നു. എന്തോ പ്രശ്നം കൊണ്ട് അവിടെ 2 ദിവസത്തേക്കിന് ബോട്ടിങ് നിർത്തി വെച്ചിരിക്കുമായിരുന്നു. സോ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു ബോട്ടിൽ കയറ്റാമെന്ന് പറഞ്ഞു. സോ 1000 rupees ഹാഫ് ആൻ അവർ പറഞ്ഞു. ആക്ച്വലി 1500 പറഞ്ഞത്. ഞങ്ങൾ ബാർഗെയിൻ ചെയ്ത് 1000 കിട്ടി. 1/2 മണിക്കൂർ കൊള്ളായിരുന്നു. ഇറ്റ് വാസ് ക്വൈറ്റ് ലൈക്ക്, ഇത് ട്രാവൽ ചെയ്യുന്ന ബോട്ടല്ല, ഇത് ഫിഷിംഗ് ബോട്ടാണ്. നമ്മൾ മണി കൊടുക്കുന്നതനുസരിച്ചിരിക്കും അവർ എത്ര സമയം കറക്കും എന്നുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ നാഗാർജുന സാഗർ ഡാമിൻ്റെ ഇതാണ്, ബാക്ക് വാട്ടേഴ്സാണിത്. അതിൻ്റെ ഏതോ ഒരു സൈഡാണ്. മേ ബി എപ്പോഴെങ്കിലും അവിടെയും പോകണം. സോ ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ റൈഡ്. കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നു, എങ്കിലും നല്ല രസമായിരുന്നു. ഇവിടെ നൈറ്റ് സ്റ്റേ ഒക്കെ ഉള്ള സ്ഥലമാണ്. ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് നൈറ്റ് സ്റ്റേ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഈ വെള്ളം അങ്ങോട്ട് കുറയുമ്പോൾ അവരവിടെ ടെൻ്റൊക്കെ പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ഫുഡ് കാര്യങ്ങളെല്ലാം അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും. സോ ഈ വ്ളോഗ് ഞാൻ എക്സ്പെരിമെൻ്റൽ വ്ളോഗായിട്ടാണ് ചെയ്തത്, ലാംഗ്വേജ് സ്വിച്ച് ചെയ്തിട്ട്. സോ പ്ലീസ് കമൻറ്റ് ലൈക്ക് വെദർ ഐ ഷുഡ് കണ്ടിന്യൂ ഇൻ മലയാളം ഓർ ഇംഗ്ലീഷ്. ഈ 2 ലാംഗ്വേജിലും ചെയ്യാമെന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത്. സോ ഞങ്ങൾ ഓൾമോസ്റ്റ് 6 hours ഇവിടെ സ്പെൻഡ് ചെയ്തു, ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും എല്ലാം. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ. Look at anything the same way. Gotta build up of my thoughts sitting in an ashtray. I'm sorry that I'm so inconvenient, okay. Just let me be me and I'll stay out of